ലോകം അറിയാത്ത ആ സീക്രട്ട് ടാലന്റ് എന്താണ്? കാണാൻ ഭംഗിയായിരുന്നു അതോ ഹണിറോസിന്റെ കണ്ണുകൾ കാണാം ഭംഗി കൂടുതൽ? ഈ ഹണിറോസിന്റെ കണ്ണുകൾക്ക് പ്രാധാന്യം പോത്തിന്റെ കണ്ണുകൾക്കായിരുന്നു. ആ സ്നേഹം ഇപ്പോഴും ഒരേപോലെ കിട്ടുന്നുണ്ട്, അതാണ് എന്റെ പ്രശ്നം. പല സപ്ലി എഴുതി 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 അവസാനം തലവി നമ്മളാണ്. ഞാൻ ഉറങ്ങരുത്, ഞാൻ പറഞ്ഞു. അല്ല ഉറങ്ങിയല്ലോ, ഞാൻ ആലോചിച്ചു. സ്പൈഡർമാന്റെ ഒക്കെ വലിയ ഫാനായിരുന്നു ഞാൻ. ചിലന്തി മാപ്പിള ഞാൻ മറ്റേ കാട ഫാമിൽ കാടിനെ കൊല്ലാൻ നിൽക്കുന്നു. കാടിനെ കൊല്ലാൻ ആ അത് അത്രേ ഉള്ളൂ. അത് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ എന്റെ മുണ്ട കഴിഞ്ഞു പോയായിരുന്നു. സമന്ത പോയി സമന്ത സമയന്താന്നല്ലേ പറഞ്ഞു? സമന്ത സമന്ത. എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, ഞാൻ 6th പഠിക്കുന്ന സമയത്ത് ഒരു ഇങ്ങോട്ട് ഭയങ്കര ക്രഷായിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയ ആളുടെ അടുത്ത് കുഞ്ഞു ലവ് ലെറ്റർ ഒക്കെ എനിക്ക് തന്നിട്ട്, അതെന്റെ ഫസ്റ്റ് ലവ് ലെറ്റർ ലൈഫില്. പിന്നെ പുള്ളി എവിടെ പോയി എന്നൊരു പിടിയില്ല. FB-യിൽ ഞാൻ വല്ലപ്പോഴൊക്കെ നോക്കാറുണ്ട്. ഞാനിനി ആളുകളെ ഒരുപാട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം, എപ്പോഴും ഈഗർലി വെയിറ്റിംഗ് ആണ്. ഹണീറോസ് അതൊന്ന് പറഞ്ഞു കേട്ടിരുന്നെങ്കിൽ എപ്പോഴും ആഗ്രഹിക്കുന്ന ചോദ്യം, പാട്ട് പാടൂ. ഇത് ലോകത്തിന് അറിയാവുന്നതാണോ? ഹണീറോസിന് അങ്ങനെ ഒരു ഓവർ തിങ്കിങ് പരിപാടി ഉണ്ട് സത്യമായിട്ടും. അതെന്താണെന്ന് എനിക്കറിയാൻ തോന്നിയിട്ടുണ്ട്. അല്ല, സംസാരം ശ്രദ്ധിച്ചു കൂടുതലായിട്ട് അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ലോകം ആദ്യം കാണുന്നത് മമ്മൂക്ക. മമ്മൂക്ക കണ്ടിട്ട് മമ്മൂക്ക എനിക്ക് മെസ്സേജ്, മോനെ നീ MBBS പാസ്സായെന്ന് പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് മനസ്സിലായില്ല, പുള്ളി മെസ്സേജ് അറിയിച്ചെന്ന് വിചാരിച്ചത്. സീനിയേഴ്സ് ചേട്ടന്മാരൊക്കെ ഉണ്ടാവും. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ ട്യൂഷൻ ക്ലാസ്സിലാണെങ്കിൽ സൈക്കിളൊക്കെ ഓടിച്ച് വന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ തോന്നും, ഒന്ന് പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് ഹായ് ഒക്കെ പറഞ്ഞൊന്ന് ചിരിച്ച് സംസാരിച്ചാലോ എന്നൊക്കെ തോന്നും. ഞാൻ ആദ്യമായിട്ട് ബാദൂക്കനെ കണ്ടതാണ് എന്റെ പോയി മൊമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാദൂക്ക എന്ന് പറഞ്ഞ ആളെ ഇങ്ങനെ ഋത്വിക്കിനോടുള്ള ഇഷ്ടം മൂത്ത് ആ ഈവെന്റിന് പോയി അവിടെ വെച്ച് വേറൊരാളെ ഞാൻ സെറ്റാക്കി ആളെ ഞാൻ കല്യാണം കഴിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഓർത്തത് ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ചിരി എനിക്ക് വേണ്ടിയായിരുന്നല്ലോ. ഞാൻ തിരിച്ചു ചിരിക്കാതെ ഇങ്ങനെ ദാസേട്ടൻ വിചാരിച്ചാണ് എനിക്ക് ജാട. ഹായ് ഹലോ, ദിസ് ഇസ് ആഷിഖ്. യു ആർ വാച്ചിങ് സ്കൈലാർക്ക് പിക്ചേഴ്സ് എന്റർടൈൻമെന്റ്. അപ്പോ പോത്തും ചോര കൊണ്ടൊരുവൾ കൈ കഴുകാൻ ഒരുങ്ങുന്നു. റൈസിൽ വരികയാണ്, വിശേഷങ്ങളുമായി ചേരുന്നു ജോയിച്ചേട്ടൻ, ഹണിറോസ്, RJ രാധിക, റോഷൻ ബഷീർ ആൻഡ് ചന്തു സലീം. വെൽക്കം. വെറും ജാതികയായിട്ട് പറഞ്ഞല്ല ഞാൻ പണി RJ രാധിക അല്ല, വെറും രാധിക. വെറും രാധിക. സോ ഹനിചേച്ചി, ശരിക്കും ഐ റിയലി റെസ്പെക്ട് യു. എന്താ വെച്ചാല്, ഇപ്പോ ആളുകള് സൗന്ദര്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും സമൂഹം കൽപ്പിക്കുന്ന വില കൊണ്ടും ഒക്കെ ആളുകളെ ബഹുമാനിക്കാറ്. അതൊന്നും അല്ലാതെ മറ്റെന്തോ തരത്തിൽ ബഹുമാനിക്കപ്പെടേണ്ട ഒരു പ്രത്യേകത നിങ്ങൾക്കുണ്ട്. എപ്പോഴും വിചാരിക്കുന്നതാണ്. ചന്ദന ഡയലോഗ് എപ്പോഴും, ഞാൻ ഈ പറഞ്ഞ ഡയലോഗ് കണക്ഷൻ തോന്നി എവിടെയെങ്കിലും ഏതെങ്കിലും സിനിമയിലാണ് പിടിക്കുന്നതാണ്. ഇത് ചന്ദനെ ഒന്ന് അടിച്ചു മാറ്റിയതാ ഈ ടോൺ. ഞാനല്ലേ ഹീറോ. അതെന്തല്ലോ സജിൻ ഗോവിന്ദ് അല്ലേ? അല്ലല്ലോ, ശ്രീലങ്കയിലെ സാധനമുള്ളൂ. അതെ, ഈ ഡയലോഗ് മനസ്സിലായി പെട്ടെന്ന്? ഇല്ല, ഏത് ഇപ്പൊ ഞാൻ പറഞ്ഞ ഡയലോഗ് ഇല്ല ഞാൻ ശ്രദ്ധിച്ചില്ല. ദേവദൂതന്റെ ഡയലോഗ് ചന്തു തൊട്ട് ഞാൻ എല്ലാരും മണ്ടടിച്ചിരിക്കുന്നു. ചന്തു രാത്രി വയനാട്ടിലേക്ക് എങ്ങനെ പോകണം, ഞാൻ ഇവിടെ എങ്ങനെ പോകുമെന്ന് ആലോചിച്ചിരിക്കാം. ഔട്ട് മൈൻഡിൽ ഇതും കൂടെ കഴിഞ്ഞാൽ പോവാം. ഓക്കെ, അതിന്റെ ഇടയ്ക്ക് എന്നോട് അണിയോട് ചോദിച്ചിട്ട് പെട്ടെന്ന് എന്നോട് ചോദിക്കുന്നതിനാണ്. ഞാനിതൊന്നും പറഞ്ഞിട്ടുമില്ല. ഓക്കെ, സോ ചേച്ചി, ശരിക്കും റേച്ചൽ എന്ന് പറയുന്നത് ഭയങ്കര ഒരു, ഞാൻ ഈ പറഞ്ഞ ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് സിനിമയായിട്ട് എനിക്ക് തോന്നിയത്. ഒരു കൊമേഴ്ഷ്യൽ എലമെന്റ് ഇല്ല, കണ്ടന്റുകളില്ല, കുറച്ചധികം ചോര കളികളുള്ള സിനിമ. സോ എന്തായിരുന്നു ഇത് സ്വീകരിക്കാനുള്ള ഒരു മാനദണ്ഡം? എങ്ങനെ, എത്രത്തോളം എക്സൈറ്റ്മെന്റ്? ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഞാൻ. കാരണം സിനിമ അത്രയും രസമായിട്ട് വന്നിട്ടുണ്ട്. ഷേപ്ഡ് അപ്പ് റിയലി വെൽ. നമ്മള് സിനിമ കാണുമ്പോഴും ഒക്കെ ഞാൻ തന്നെയാണോ ഇത് ചെയ്തതെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള അത്രയും, എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തു നല്ലത്. പക്ഷെ എന്നാലും ആ വിഷ്വലി കാണുമ്പോൾ എന്റെ ഒരു ലുക്സോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. തീർത്തും വ്യത്യസ്തയായ ഒരു സ്ത്രീയാണ് കാണുന്നത്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു, എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതിന്റെ എല്ലാ ക്രെഡിറ്റ്സും ആനന്ദിനിക്കും എബ്രിഡ് ഷൻസാണും തന്നെയാണ് പറയേണ്ടത്. ആനന്ദിനി കഥ എൻ്റെ അടുത്ത് പറയുമ്പം ഒരു ചെറിയൊരു ഷോർട്ട് സ്റ്റോറി ആയിരുന്നു. രാഹുൽ മണപ്പാട്ട് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ, അതിന് ഒത്തിരി അംഗീകാരങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറി ആയിരുന്നു. അപ്പം
ഒരു ചെറിയ പയ്യനുമാണ്, 19 വയസ്സ് അല്ലെ, 20 വയസ്സിൽ ഉള്ള ഒരു പയ്യനാണ്. അപ്പം അവൻ എഴുതിയ ആ കഥ എന്ന് പറയുന്ന അത്രയും തീക്ഷ്ണമായ ഒരു കഥയാണ് പുള്ളി എഴുതിയേക്കുന്നത്. ലാംഗ്വേജ് അങ്ങനെയാണ് അതിന്റെ. അപ്പം അത് ഒരു സിനിമയായിട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ നിന്ന് കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ ഒരു കഥാപാത്രങ്ങൾക്കുമൊക്കെ ആ സിനിമയുടേതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും അതിന്റെ എന്താ പറയാ, അതിന്റെ ആ ഒരു ഹാർട്ട് അതിൽ കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് ഡെഫിനറ്റ്ലി ഇത് ചെയ്തിരിക്കുന്നത്. അതിന്റെ അത് ആ ഒരു കഥാപാത്രം എനിക്ക് കേട്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഈ സിനിമയിൽ ഫ്രം ദ ബിഗിനിങ് തൊട്ട് ടിൽ ദ എൻഡ് എന്ന് പറയാൻ പറ്റില്ല, റിലീസ് ചെയ്യുന്നേ ഉള്ളൂ December 6-നാണ്. സോ ആ ഒരു ജേർണി എന്ന് പറയുന്നത് എനിക്ക് ഫസ്റ്റ് ടൈമാണ്, ഇത്രയും നാളുകൾക്കുള്ളിൽ ഇടയിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ജേർണി എനിക്ക് കിട്ടുന്നത്. ആ കഥാപാത്രമായിട്ട് അതിനെ കൂടുതൽ ആ സിനിമയെ മറ്റു കഥാപാത്രങ്ങളെല്ലാം മനസ്സിലാക്കി ഇൻവോൾവ് ചെയ്ത് വർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, ജോയിച്ചേട്ടാ, ശരിക്കും ഈ കാണാന് ഭംഗിയായിരുന്നു അതോ ഹണി റോസിന്റെ കണ്ണുകൾ കാണാൻ ഭംഗി കൂടുതൽ? എന്തെങ്കിലും പറയുന്ന എനിക്കറിയാം. നിങ്ങൾ ഏത് യൂണിവേഴ്സാണ്? ഞാൻ പ്രോസസ് ചെയ്യാൻ സമയം എടുത്തു. അവിടെ റേച്ചലിന്റെ അല്ലെങ്കിൽ ഹണി റോസിന്റെ കണ്ണുകൾക്ക് പ്രാധാന്യം പോത്തിന്റെ കണ്ണുകൾക്കായിരുന്നു. സിനിമയെ കുറിച്ച് പറഞ്ഞാൽ ഈ സിനിമ ഞാൻ കാത്തിരുന്ന ഒരു സിനിമയായിരുന്നു. ഇത്തരത്തിലുള്ളൊരു വേഷം, ഒരു ഉഴപ്പൻ ക്യാരക്ടറാണ് എനിക്ക് കിട്ടിയത്. ഇതൊരു പീരിയഡിക്കൽ സിനിമയാണ്. ഹണിയുടെ ഓപ്പോസിറ്റാണ് വരുന്നത്. ഹണിയുടെ പിന്നാലെ നടക്കുന്ന, ഹണിയെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രമാണ്. അപ്പൊ ബ്രേക്ക് ആണ്. കാരണം എന്താണെന്നറിയോ, ചേട്ടന് ഇത്രയും മാന്യത കൂടിപ്പോയൊരു ശാപമായിട്ട് ഒരാളാണ്. അതെ അതെ, എല്ലാം മാന്യതയുടെ വേഷങ്ങൾ. ഇല്ല, അതെ, ഇത് നല്ല ഉഴപ്പനെയാണ് കിട്ടിയിരിക്കുന്നത്. ഹണി എന്നെ പറപ്പിക്കുന്നുണ്ട്. ആ ഒരു സീൻ ഞങ്ങളുടെ ഒരു കോംബോ സീൻ ഭയങ്കര രസമായിട്ടുണ്ട്. ഡയലോഗ്സ് ആയാലും അല്ലേ, അതെ അതെ അതെ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ആ ഒരു പൂവാലൻ ടൈപ്പ് പരിപാടിയാണ് കഥാപാത്രം. രാധിക ഏറ്റവും എക്സൈറ്റഡ് ആയത് എനിക്ക് തോന്നുന്നു ഫൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അല്ലെ, ആരൊക്കെ ഇടിച്ച് നിലം പരിശാക്കി? കിട്ടിയതാണ്, വാങ്ങിച്ചു കൂട്ടിയാണ്. അതായത് ഞാൻ 2 കൈ നീട്ടി എന്നെ തല്ലിക്കോളൂ എന്ന് പറഞ്ഞ് സ്വീകരിച്ച, അത് ചോദിച്ചു വാങ്ങിച്ചതാ. ആദ്യമൊക്കെ അവര് മര്യാദക്ക് എങ്ങനെ ചെയ്യണോ അതുപോലെ അല്ല, അത് പോരെ, എനിക്ക് ടൈമിങ് ശരിയാവത്തില്ല, എനിക്ക് നന്നായിട്ട് അടിച്ചാലേ അത് ടൈമിങ് വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ടേക്കിന്റെ സമയത്ത് ഒരു സൗണ്ട് കേട്ടോ എല്ലാവരും പിന്നെ നല്ലൊരു അടി കിട്ടി. എന്നിട്ട് കൈ അത്രയും ആരൊക്കെ തമ്മിൽ റിവീൽ ചെയ്യാൻ പറ്റും? ഇല്ല, അതാണല്ലോ ഈ പടത്തിന്റെ മെയിൻ. ഇടി ആ സൗണ്ട് കേട്ടിട്ട് അവിടെ എല്ലാവരും അറിഞ്ഞു ആ ഇടിയുടെ ശബ്ദം. അപ്പൊ ഇത് കഴിഞ്ഞു വന്നതും മാസ്റ്റർ ഇങ്ങനെ, രാജശേഖർ മാസ്റ്റർ, ഞാനിങ്ങനെ ഇടി കരയാനും പറ്റില്ല. അപ്പൊ ഈ ഇടി കിട്ടുമ്പോ ഒബിയസ്ലി ഓപ്പോസിറ്റ് ഉള്ള ആൾക്കും ഭയങ്കര ഒരു വിഷമായിരിക്കുമല്ലോ, അയ്യോ ഞാൻ തല്ലിയില്ലോ എന്നുള്ളത്. ഒരു കുഴപ്പമില്ല എനിക്കൊരു കണ്ണിനൊക്കെ വെള്ളം വരാം. അപ്പൊ ഇങ്ങനെ മാസ്റ്റർ വന്നിട്ട് പറഞ്ഞു, ഒന്നും പേടിക്കണം, നമുക്ക് തിരിച്ചു കൊടുക്കാം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫൈറ്റ് വിചാരിച്ച പോലെ അല്ല എന്നുള്ളൊരു സാധനം മനസ്സിലായി. കാരണം ഇത് ഒരുമാതിരി നമ്മള് പ്രൊഫഷണലി അല്ലെങ്കിൽ ഇപ്പൊ സിനിമയിലൊക്കെ യൂഷ്വലി ഇപ്പൊ ഹീറോസിന്റെ നമ്മൾ കാണുമ്പോൾ അവര് മേ ബി കോളേജിൽ തല്ലുണ്ടാക്കുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ അവര് ഭയങ്കരമായിട്ട് പ്രൊഫഷണൽ ബോക്സേഴ്സ് ആയിരിക്കാം. ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സാധാരണ സ്ത്രീകളാണ്. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ അറിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെയോ വീണും ഉരുണ്ടും അങ്ങനെയൊക്കെ നല്ലോണം കൊടുത്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. നാടൻ നെല്ലെന്നൊക്കെ പറഞ്ഞാല് നല്ല രസം, അത് കിട്ടുമ്പോഴും നല്ല രസം. ഓക്കെ റോഷൻ, ശരിക്കും ഈ പ്രണയത്തിന്, റേച്ചലിനോടുള്ള പ്രണയത്തിന് സ്വാഭാവികമായിട്ടും റേച്ചലിന് ഒരു ചോരമണം കൂടി ഉണ്ട്. സോ ഈ പ്രണയത്തിന് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടോ, ചോരമണം ഉണ്ടോ? അതിപ്പോ ഇവിടെ പറയാൻ പറ്റുമെന്ന് അറിയില്ല. സ്വാഭാവികമായിട്ടും കാണണം. കാരണം നിങ്ങൾ ട്രെയിലർ കണ്ട പരിപാടിന്റെ അത് ചെറിയൊരു അതിന്റെ ഒരു 10% നമ്മൾ കണ്ടിട്ടുള്ളൂ. ബാക്കി വലിയൊരു സംഭവം കിടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും പ്രണയത്തിൽ ചിലപ്പം ചോരമണം കാണുമായിരിക്കും. ബേസിക്കലി നമ്മളെ കൈയൊക്കെ മണക്കുവരുത്, കാരണം നമ്മളെപ്പോഴും ഇറച്ചി വിട്ടുവരും. നാച്ചുറലി നമുക്കൊരു ചോരമണം ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ എൻ്റെ ക്യാരക്ടറിന്റെ പേര് നിക്കോളസ് എന്നാണ്. ഇച്ചിരി എന്താ പറയുക, റൂറൽ ആയിട്ടുള്ളൊരു പയ്യനാണ്. ഇതിലൊരു ജോലി തേടി വരുന്ന
ഒരു ക്യാരക്ടറാണ് അത്. പോത്ത് ജോയി എന്ന് പറയുന്ന ബാബുരാജനം ചെയ്ത ക്യാരക്ടറിൻ്റെ ശിഷ്യനായിട്ടാണ് ഞാനതിൽ വന്നുപെടുന്നത്. പിന്നെ കഥയായിട്ട് അങ്ങനെ ബന്ധപ്പെട്ട് പോകുന്ന ഒരു ക്യാരക്ടറാണ്. അതിൻ്റെ ഇടയിൽ സംഭവിക്കുന്നതാണ് ഈ പ്രണയം എന്ന് പറയാൻ പറ്റില്ല അല്ലേ, അതൊരു അത് അത് ആക്ച്വലി ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കെമിസ്ട്രിയാണ് ഈ രണ്ട് കഥാപാത്രങ്ങളും തമ്മിലുള്ളത്. അതങ്ങനെ തന്നെ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് നമ്മുടെ ക്യാമറ ചെയ്തേക്കുന്നത് സ്വരൂപേട്ടനാണ്. ഒരു ആനന്ദിനി പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഒരു പെയിന്റിങ് പോലത്തെ വിഷ്വൽസ് വേണം എന്നാണ് പറഞ്ഞത്. അത് തന്നെയാണ് സിനിമയിൽ എടുത്തു വെച്ചിരിക്കുന്നത്. വിഷ്വലി ബ്യൂട്ടിഫുൾ ആയിരിക്കും. യെസ്, ഡെഫിനറ്റ്ലി. ഓക്കെ, യെസ് ചന്തു, എന്താണ് കഥാപാത്രം? ശരിക്കും എനിക്കൊന്ന് കുറച്ച് റോളുകൾ ഉള്ളൂ എന്ന് പറയുന്നത് ഞാൻ കേട്ടു മുന്നേ. അപ്പൊ എന്താണ് പരിപാടി? പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അതെ, അല്ല ഞാൻ വളരെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്കാണെങ്കിൽ ഇതിന്റെ ബാക്കി കഥ അറിയില്ല. ഞാനും ആരോടെങ്കിലും ചോദിക്കണമെന്ന് വെച്ചിരിക്കരുത് എന്താണ് ഇതിന്റെ ബാക്കി കഥ. എനിക്ക് ഷോർട്ട് സ്റ്റോറിയുടെ ഇത് മാത്രമേ അറിയുള്ളൂ. എനിക്ക് സിനിമയിൽ എന്താ സംഭവിക്കുന്നത് എന്റെ പോർഷൻ മാത്രമാണ് എനിക്ക് അറിയാവുന്നത്. അത് പറയാൻ പറ്റുന്ന കഥാപാത്രമാണോ? പറയാൻ പറ്റുന്ന വെച്ചാൽ ഞാൻ എന്താ ഇവരുടെ അടുത്ത് അവരുടെ ജോഷുവ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഇവർ രണ്ടുപേരുടെ അടുത്ത് അവരുടെ ഒരു സഹായി പോലെ വരുന്ന ഒരാള്. അല്ലല്ല, അതല്ല, റേച്ചലിന്റെ വീട്ടിലേക്ക് ഒരു സഹായിയായിട്ട് വരുന്ന, റേച്ചലൊരു സഹോദരനെ പോലെ കാണുന്ന ഒരാളാണ് എന്റെ ക്യാരക്ടർ ജോഷുവ എന്ന് പറയുന്നത്. അതാണ് എനിക്ക് അതിനെപ്പറ്റി അറിയാവുന്നത്. ഞാൻ ചെയ്തതും എന്റെ അടുത്ത് അതിൽ കൂടുതൽ അതിനെപ്പറ്റി സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ അടുത്ത് വന്നപ്പോ തന്നെ പറഞ്ഞതാ കൂടുതലും സംസാരിക്കില്ല, നിനക്കൊന്നും അറിയില്ല, അങ്ങനെ ഇരുന്നോട്ടെ. ചന്തു ഇങ്ങനെ സംസാരിക്കാൻ നമുക്ക് ഇഷ്ടം. ഈ സാധനമാണ് നമുക്ക് ഇഷ്ടം. ശരിക്കും ചന്തുവിന്റെ അല്ല, ചന്തു വന്ന സമയത്ത് എന്നോട് ചോദിക്കുന്നത്, എടാ ഈ പടത്തിൽ എന്റെ ക്യാരക്ടർ പേരെന്താ? ആക്ച്വലി 2 കൊല്ലം മുന്നേ ആയില്ലേ? ഇതിനിടയ്ക്ക് ചന്തു ഒരുപാട് കുറെ സിനിമകള് എവിടെ എത്തി? ഞാനിപ്പോ ചന്തുവിനെ കാണുമ്പോൾ പറയുന്ന കാര്യം വെച്ചാൽ ഞങ്ങളെ കണ്ടതിന് ശേഷമാണ് ചന്തുവിന്റെ തലവര മാറിയത്. കാരണം ആ ഒരു സമയത്താണ് ചന്തു മഞ്ഞുമലും ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ചന്തു ഞങ്ങളോടെല്ലാം കടപ്പെട്ടിരിക്കുന്നു. ഒരേ സമയം ആകാശത്തും പാതാളത്തും പോയി. ലോകയുണ്ടായി, മഞ്ഞുമൽ ബോയ്സ് ഉണ്ട്. അഞ്ചേച്ചി, ഞാൻ എപ്പോഴെങ്കിലും കാണുമ്പോൾ ചോദിക്കണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്. ശരിക്കും ഒറ്റ മോളാണ്. ഒരു അച്ഛന്റെ അമ്മയുടെയും വാത്സല്യങ്ങളെല്ലാം ഏകോപിപ്പിച്ച് കൊണ്ടു നടക്കുന്ന അച്ഛനും അമ്മയാണ്. അപ്പൊ ശരിക്കും എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട് ഒരു സിബ്ലിംഗ് കൂടെ ഉണ്ടാവണം എന്ന് ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ട്? ഇപ്പൊ ഉണ്ട്. ചെറുപ്പത്തിൽ എന്റെ അടുത്ത് ചോദിക്കുമ്പോൾ വേണ്ട, ഞാനൊരു ഒറ്റ മോളാണ് എനിക്കിഷ്ടം. കാരണം അവരുടെ രണ്ടുപേരുടെയും സ്നേഹം ഒരേപോലെ കിട്ടുന്നുണ്ടല്ലോ. അപ്പം ആ സ്നേഹം ഇപ്പോഴും ഒരേപോലെ കിട്ടുന്നുണ്ട്. അതാണ് എന്റെ പ്രശ്നം. ഒരു ഉദ്ഘാടനത്തിന് പോയ ഒറ്റയ്ക്ക് അതാണ് എനിക്കിപ്പോ ഉള്ള ചെറിയൊരു പണി. ഓക്കെ, ഇപ്പൊ ഹണി റോസിന്റെ പ്രണയത്തെ പറ്റിയൊക്കെ പറയുന്ന സമയത്ത് അമ്മ പറയുന്നുണ്ട് അവള് പ്രണയിക്കട്ടെ, ഒന്നും പ്രശ്നമല്ല. പക്ഷെ ഞാൻ എപ്പോഴും ആലോചിക്കും, ഈ സെന്റ് സേവിയേഴ്സിലല്ലോ അലുവലി, ഓക്കെ, അത് വുമൻസ് കോളേജാണ്. സോ അതൊരു നിരാശയായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരു വുമൻസ് കോളേജിൽ ഇല്ല, എനിക്ക് അങ്ങനെ കോളേജിൽ പോകുന്നൊന്നും വലിയ ഇഷ്ടമുണ്ടായിരുന്നൊന്നുമല്ല. അങ്ങനെ പോയി ജോയിൻ ചെയ്തൊന്നുമല്ല. പിന്നെ ഒരു ഡിഗ്രി വേണം എന്നുള്ള വീട്ടുകാരുടെ ഒരു ആഗ്രഹത്തിന്റെ പേരിൽ പോയി ജോയിൻ ചെയ്തതാ. അതെവിടെ ആയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് സെലക്ട് ചെയ്തത് നല്ല കോളേജായിരുന്നു. സെന്റ് സേവിയേഴ്സ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പല സപ്ലി എഴുതി അവസാനം നമ്മളൊക്കെ ഇത് കാണുന്ന അമ്മ തൊലച്ച് അയ്യോ സപ്ലിയോ അതേ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു അതിശയമാണോ? ഇംഗ്ലീഷായിരുന്നു, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. പക്ഷെ അതിന്റെ അകത്ത് വേറെ കുറെ സബ്ജക്ട്സ് ഒക്കെ ഷേക്സ്പിയൻ ഡ്രാമ, എന്തൊക്കെയാണ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, എന്തൊക്കെയോ ഉണ്ടായിരുന്നു. നമ്മള് സ്വാഭാവികമായിട്ട് നടിമാരുടെ പ്രൊഫൈൽസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന സമയത്ത് ഒരുപാട് സുഹൃത്തുക്കൾക്ക് അവർക്ക് ഒരു 1, 2, 3 സുഹൃത്തുക്കളൊക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. when it comes to ഹണീസ് പ്രൊഫൈൽ, ഹണി is there, അച്ഛനമ്മ is there, and ഒരു ക്ലോസസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാനുള്ള ആളുകൾ ഫ്രണ്ട് സർക്കിൾ ഉണ്ടോ, അതോ അത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുന്ന? വളരെ കുറച്ച് ആളുകൾ മാത്രമേ എന്റെ ആ സർക്കിളിനുള്ളിൽ ഉള്ളൂ. അത് ഡെഫിനറ്റ്ലി അച്ഛനും അമ്മയും കഴിഞ്ഞാൽ ഞാൻ സിനിമയിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ് ഞാൻ ട്രസ്റ്റ് ചെയ്യുന്ന, ഞാൻ വിശ്വസിച്ച് എൻ്റെ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്ന അങ്ങനെ വളരെ കുറച്ച് മനുഷ്യർ മാത്രമേ ഉള്ളൂ. അവരെല്ലാ കാലത്തും എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഞാൻ പെട്ടെന്ന് ഒരാളെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ല. അപ്പം എനിക്ക് കുറച്ച് സമയമെടുത്ത് എനിക്ക് ഓക്കെ ആണ്, ഇയാള് എനിക്ക് ട്രസ്റ്റ് ചെയ്യാമെന്ന ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു
ആ ഒരു സർക്കിളിന്റെ ഉള്ളിലേക്ക് അവര് വരുള്ളൂ. സോ ഇറ്റ് വിൽ ടേക്ക് ടൈം. ഓക്കെ ഓക്കെ, ഞാനിനി ആളുകളെ ഒരുപാട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം ചോദിക്കട്ടെ. എത്രത്തോളം അത് ഏത് രീതിയിൽ വരുമെന്ന് എനിക്കറിയില്ല. കാരണം ഭയങ്കര ആളുകൾക്ക് എപ്പോഴും അത് അറിയണമെന്ന് ചേച്ചിയുടെ സംസാരത്തിൽ നിന്നൊക്കെ കിട്ടിയതാവാൻ ചിലപ്പോൾ ആളുകൾ എപ്പോഴും ഈഗർലി വെയിറ്റിംഗ് ആണ് ഹണി റോസ് അതൊന്ന് പറഞ്ഞു കേട്ടിരുന്നെങ്കിൽ എന്ന് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ ചക്ക ഹൽവയുടെ റെസിപ്പി ഒന്ന് ചക്ക ഹൽവയുടെ റെസിപ്പി ആളുകളെല്ലാം എപ്പോഴും നിങ്ങളോട് ചോദിക്കാറുള്ള ചോദ്യമാണ്. You shocked, right? You shocked? അന്ന് പറയോ ശരിക്കും അടിപൊളിയായിട്ട് ചക്ക ഹൽവ ഉണ്ടാകും. നിങ്ങൾ ആരും പറഞ്ഞു? ഞാൻ പറഞ്ഞാൽ മതിയോ? ചേട്ടന്റെ വർഷം പറയാം. ചേച്ചി രണ്ടുപേരും പറഞ്ഞു. ചക്കപ്പഴം മിക്സിയിലിട്ട് അരച്ചെടുക്കുക, പിന്നെ അതിൻ്റെ അകത്തേക്ക് തേങ്ങാപ്പാല് മിക്സ് ചെയ്യുക, ദെൻ ശർക്കര ചെറിയ മധുരത്തിന് വേണ്ടി വേണമെങ്കിൽ ചെയ്യാം, പിന്നെ നെയ്യ് ഒഴിച്ചിട്ട് ഇങ്ങനെ വരട്ടി 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 ആ നെയ്യ് പുറത്തേക്ക് തെളിയുന്നത് വരെ ഇങ്ങനെ വരട്ടിയെടുക്കുക. ചക്ക വരട്ടിയാണോ? ചക്ക വരട്ടിയുടെ ഹൽവ വരട്ടിയുടെ ഓൾമോസ്റ്റ് സെയിം പ്രോസസ് തന്നെയാണ്. ഇത് അരച്ചേക്കുന്നത് കൊണ്ട് ഹൽവയുടെ അത് നമ്മൾ വായിൽ വെക്കുമ്പോൾ മെൽറ്റ് ആയി പോക്കോളും. ചേട്ടന്റെ വെർഷൻ ഇതാണ് കറക്റ്റായ കാര്യം. കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് ഇത് ഉണ്ടാക്കാം. അലുവ വാങ്ങുക, അതിൽ ചക്ക ഇടുക. ചന്ത നേരത്തെ പോയാൽ മതിയായിരുന്നു. ഞാൻ കോഴിക്കോട് നിന്ന് വന്നേ. ഇത് കേൾക്കാനാണല്ലോ. ഓക്കെ, അപ്പൊ എന്റെ അടുത്ത് കുറച്ച് ചോദ്യങ്ങളുണ്ട്. നിങ്ങൾക്ക് അത് ആൻസർ ഫണ്ണി ആയിട്ട് പറയാം, സീരിയസ് ആയിട്ട് പറയാം, വാട്ട് എവർ ഇറ്റ് ഈസ്, വാട്ട് എവർ യു ഫീൽ ഫ്രീ ടു ടോക്ക്. ഏതെങ്കിലും ഒരു ക്ലാസിക് മലയാളം സിനിമയിൽ ഒരു ക്യാരക്ടർ ചൂസ് ചെയ്യാം. മലയാളം സിനിമയിൽ എന്തെടുക്കും ചന്തു? ഞാൻ ഉറങ്ങരുത്, ഞാൻ പറഞ്ഞു. അല്ല ഉറങ്ങിയല്ല, ഞാൻ ആലോചിച്ചു ഞാൻ ഏത് ക്ലാസ്സിൽ പറഞ്ഞ ട്രോളും ആവും. നമുക്ക് ഇവിടുന്ന് വരാം, ആലോചിച്ച് വെച്ചോ. അല്ല കഴിഞ്ഞിട്ട് പറയാം, ഇതൊന്നും ആലോചിക്കുന്ന സമയം വേണം കുറച്ച്. എനിക്കൊരു സമയം വേണം. ഞങ്ങൾക്ക് എല്ലാവർക്കും സമയം ധൈര്യമായിട്ട് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഇല്ല. ഉണ്ട്, പക്ഷെ പറയുമ്പോ സൂക്ഷിച്ച് ഇന്റർവ്യൂ പറയണം. ചെയ്യുന്നതിന് മുന്നേ ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞിരുന്നെങ്കിൽ ലൈവാക്കാമായിരുന്നു. എനിക്ക് ആമിയുടെ ആമിയുടെ ക്യാരക്ടർ കമല സുരയ്യ മഞ്ജു ചേച്ചി ചെയ്തു. അത് ചെയ്യാൻ പറ്റൂന്നുള്ളതല്ല, ആഗ്രഹം മാത്രം. എനിക്ക് ഇത് പറഞ്ഞ ആഗ്രഹം മാത്രമാണ് അത്. അങ്ങനെ മാത്രമേ ഉള്ളൂ. ട്രോൾ ആക്കരുത് ഇത്. കമലദളത്തിലെ മോനിഷ ചെയ്ത ക്യാരക്ടർ. ഓ ബ്യൂട്ടിഫുൾ. ആക്ച്വലി പുള്ളിക്കാരി ഡാൻസറും കൂടിയാണ്. ഡെഫിനറ്റ്ലി യു ക്യാൻ ഡു ഇറ്റ്. ചേട്ടാ സർഗത്തിലെ വിനീത്. ഏതിലെ വിനീത്? സർഗത്തിലെ വിനീത്. പോരെ? എന്ത് പറഞ്ഞാലും നല്ലത്. രണ്ടുപേരും ഉണ്ടാവും. എനിക്ക് അങ്ങനെ ആലോചിച്ചിട്ടില്ല. പുതിയ എന്തെങ്കിലും ചെയ്യാന്നുള്ളൊരു. മലയാളം തന്നെ വേണമെന്നുണ്ടോ? ഇല്ലെന്ന് പറ. നമ്മൾ ചില ഈ ഇംഗ്ലീഷ് സിനിമകളൊക്കെ കാണുമ്പോൾ തോന്നിയിട്ടുണ്ട്. എസ്പെഷ്യലി സ്പൈഡർമാൻ്റെ ഒക്കെ വലിയ ഫാനായിരുന്നു ഞാൻ. സ്പൈഡർമാൻ്റെ ക്യാരക്ടർ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ചെയ്യാമായിരുന്നു എന്നൊക്കെ പണ്ടൊക്കെ ചിന്തിക്കുമായിരുന്നു. ചിലന്തി മാപ്പിള പോലെ കുരുങ്ങി. ഓക്കെ, ഒരു ശീലം ലൈഫിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണം. എന്റെ ഹാബിറ്റ് ആണോ ശീലം? ഒന്ന് നിർത്തിയിരുന്നെങ്കിൽ, വൃത്തിയുടെ സ്വഭാവം എന്റെ അടുത്ത് മാറിയിരുന്നെങ്കിൽ. അങ്ങനെ ഉണ്ടെങ്കിൽ അതെന്താ? മടി മടി മടി. ലൈസൻസ് അവിടെ നിന്റെ മുന്നിൽ പെടാതിരിക്കുക. അത് ഇപ്പൊ എന്താ പറയാ, മടിയായിരിക്കും. എനിക്കും മടിയാണ്, എല്ലാവർക്കും എനിക്ക് ഇതിപ്പോ ഞാൻ റീസെന്റ് മനസ്സിലാക്കിയ ഒരു സാധനമാണ്. അതാണ് പെട്ടെന്ന് എനിക്ക് ഉത്തരം പറയാൻ പറ്റും. അതായത് എനിക്ക് ഞാൻ ഇരിക്കുന്ന ഏരിയ എവിടെയാണോ, എന്റെ വീട്ടില് ഇപ്പൊ ഹോട്ടലിലാണെങ്കിൽ ആ മുറി ഭയങ്കര ക്ലീൻ അല്ലെങ്കിലും ഒന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് എനിക്ക് ഇരിക്കണം. എന്നാൽ ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതൊരു അരമണിക്കൂർ പോലും എനിക്ക് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഞാൻ തന്നെ അത് മെസ്സിയാക്കും. പക്ഷേ അത് എന്നെ ഭയങ്കരമായിട്ട് സ്ട്രെസ് ചെയ്യും. എനിക്ക് അവിടെ ആ ഒരു എൻ്റെ വീട്ടിലാണെങ്കിൽ എനിക്ക് സമാധാനമായിട്ട് റിലാക്സ് ചെയ്യണമെങ്കിൽ, റെസ്റ്റ് എടുക്കണമെങ്കിൽ എൻ്റെ മുന്നിൽ കാണുന്ന എൻ്റെ റൂം ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കണം. അതില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ വരുന്ന സമയത്ത് എനിക്ക് അതൊരു പോയിന്റിൽ എനിക്കതൊരു പ്രഷർ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ഇപ്പം ഞാൻ ലേറ്റ് ആയിട്ട് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ഞാൻ ടയേർഡ് ആണെങ്കിലോ എനിക്ക് ഉറങ്ങണമെങ്കിൽ, എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങണമെങ്കിൽ അടുത്ത ദിവസം രാവിലെ എണീറ്റ് എനിക്ക് ഇത് ഓർഗനൈസ് ചെയ്യണമല്ലോ എന്നുള്ള ചിന്തയിൽ എനിക്ക് പീസ്ഫുള്ളി ഉറങ്ങാൻ പറ്റില്ല. അപ്പം ഞാൻ കുറച്ച് ലേറ്റ് ആയാലും ഞാൻ എന്തൊക്കെയാണോ മെസ്സിയാക്കി ഇട്ടിട്ടുള്ളത് അതൊക്കെ ഒന്ന്
ഓർഗനൈസ് ചെയ്തിട്ട് എനിക്ക് കിടക്കാൻ പറ്റും. അതെനിക്കിപ്പോ ആക്ച്വലി ഈ ഒരു പ്രായത്തിൽ എനിക്ക് കുറച്ച് പ്രഷറായിട്ട് തോന്നുന്നുണ്ട്. ഇത്രയും കാലം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. അത് മാറ്റാനുള്ള അതാണ് എനിക്കൊന്ന് മാറ്റുന്നത് ജെന്യുവൻലി എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം. വടപുറത്തൊരു ആൽഫി ഡോക്ടർ ഉണ്ട്, അപ്പോ വേണ്ടി വരും ആ അവസ്ഥയിലെത്തിപ്പോ. അവിടെ ഓവർ തിങ്കിങ് ശരി, എനിക്ക് ശീലമാണോ എന്ന് എനിക്കറിയില്ല, മേ ബി ആയിരിക്കാം. അതൊരു പതുക്കെ ഡെവലപ്പ് ചെയ്ത് വന്ന ഒരു സാധനമായിരിക്കാം. ഓവർ തിങ്കിങ്ങിന്റെ എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നിയിട്ടുണ്ട് ഹണി റോസിന് അങ്ങനെ ഒരു ഓവർ തിങ്കിങ് പരിപാടി ഉണ്ട്. സത്യമായിട്ടും അതെന്താണെന്ന് എനിക്കറിയില്ല, തോന്നിയിട്ടുണ്ട്. അല്ല, സംസാരം ശ്രദ്ധിച്ചിട്ടുണ്ട് കൂടുതലായിട്ട് അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അത് സ്വാഭാവികല്ലേ ശരിക്കും അല്ലെ? ഫോളോയിങ് ടു ഹണി റോസ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണായിട്ട്. നിങ്ങൾ എവിടുന്നാ വരുന്നത്? ചേട്ടാ എന്താ മാറ്റം നമുക്ക് ലൈഫിൽ? ഭക്ഷണത്തിനുള്ള പ്രണയം. അത് മാറ്റരുത്, അതുണ്ട്. ഭക്ഷണം കുറയ്ക്കുന്ന നല്ലതാണ്. കുറയ്ക്കുന്നത് നല്ലതാണ്. അങ്ങനെ ചേട്ടന്റെ ഫേവറേറ്റ് ഫുഡ് എന്താ? അങ്ങനെ എല്ലാം കഴിക്കും, എന്ത് കഴിക്കും. എത്ര കണ്ടാലും മടുപ്പ് വരാത്തൊരു സിനിമ? അതൊക്കെ പെട്ടെന്ന് പറയാം. കിരീടം. യെസ്. ഗോഡ്ഫാദർ. ഗുഡ്. മലയാളം ഗോഡ്ഫാദർ കേട്ടോ. അതെ, ഞാൻ അത് തന്നെ മനസ്സിലാക്കി. അയ്യോ, ഞാൻ എനിക്ക് ആലോചിക്കണം. ഒത്തിരി സിനിമയുണ്ട്. എല്ലാ സിനിമയും എനിക്ക് അത്യാവശ്യം ഇഷ്ടമാണ്. തമാശ ഉള്ള കോമഡി മൂവീസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കോമഡി മൂവീസ് ഒക്കെ ഈ ഗോഡ് ഫാദർ ഒക്കെ എത്ര വർഷം കണ്ടാലും കുഴപ്പമില്ല. ഈവൻ ഡയലോഗ്സ് മൊത്തം കാണാൻ പാടാണ്. പുലിവാൽ കല്യാണമൊക്കെ എസ്പെഷ്യലി എനിക്കറിയാം ഓരോ സീനും ഇങ്ങനെ അങ്ങോട്ടും പറയും, പക്ഷെ സ്റ്റിൽ നമുക്ക് മടുപ്പില്ല. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വാച്ചബിൾ ആയിട്ടുള്ള മൂവീസ് നമ്മൾ കൂടുതൽ കാണുന്ന പഴയ സിനിമകളാണ്. ഇപ്പോഴത്തെ സിനിമകൾ അത്രയും റിപ്പീറ്റ് ആയിട്ട് വാച്ച് ചെയ്യുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതൊരു 10 കൊല്ലം കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ അത് അറിയില്ല കേട്ടോ. പക്ഷെ സ്റ്റിൽ ഇപ്പൊ ഞാൻ അതാ പറഞ്ഞു, പുലിവാൽ കല്യാണത്തിലെ ഡയലോഗ്സ്, ഫിലിമേറ്റൊക്കെ പറയുന്ന ഡയലോഗ്സ് നമുക്ക് കാണാൻ പാടാം, സ്റ്റിൽ അത് മടുപ്പിക്കുന്നില്ല. ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടേക്കുന്നത് മണിച്ചിത്രത്താഴ. ഏറ്റവും എനിക്കും ഫേവറേറ്റ് മൂവിയാണ്. ഒരുപാട് കാണാം, കുറെ തവണ വന്നു കഴിഞ്ഞാൽ ബാക്കി കാണും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മണിച്ചിത്രത്താഴില് പ്രേതം ഉണ്ടോ ഇല്ലേ? പ്രേതം ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഇല്ല. വേറെ ഇല്ല. ഉണ്ടോ ഇല്ലേ? ഇല്ല. ചേട്ടാ ഉണ്ടോ ഇല്ലേ? പ്രേതമുണ്ട്. പിന്നെ ഇല്ല. പ്രേതമുണ്ട്. ഇല്ല. ഉണ്ടെന്ന് ചിന്തിക്കുന്നവരുണ്ട്, ഇല്ലെന്ന് ചിന്തിക്കുകയോ ഇല്ല. അതാ ചോദിച്ചു, മണിച്ചിത്രത്താഴ് കണ്ട സ്വാഭാവികമായിട്ട് അറിയണം. സൈക്കോളജിക്കൽ മൂവി പ്രേതമില്ല എന്നാണ് എന്റെ. ഇപ്പൊ നമ്മളിപ്പോ ചില സമയത്ത് ഞാൻ പറഞ്ഞത് നിന്റെ കാഴ്ചപ്പാടല്ലേ, അത് ഞങ്ങൾ അടിച്ചേപ്പിക്കുന്ന പ്രേതമില്ലാന്ന് പറഞ്ഞ നിന്റെ കാഴ്ചപ്പാട് നീ കയ്യിൽ വെക്ക, അവളെ അടിച്ചേപ്പിക്കാതിരിക്കരുത്. ചോദിച്ചാൽ പറഞ്ഞു പ്രേതം ഉണ്ടെന്ന്, ചോദിച്ചാൽ പറഞ്ഞ കറക്റ്റ് പ്രേതം ഉണ്ടോ? ഞാനുണ്ടോ ഇല്ലേ നിങ്ങളടുത്ത് ചോദിക്കുക, അതിന് ഉത്തരവില്ലല്ലോ. അതൊരു ഉത്തരവില്ലല്ലോ, ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് അല്ലേ. അല്ല, സിനിമയിൽ പ്രേതമുണ്ട്, എന്തെല്ലാം സിനിമയ്ക്കകത്തുണ്ട്. റിയൽ ലൈഫിൽ പ്രേതമുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടിട്ടുള്ളൂ. ബെസ്റ്റ് കോംപ്ലിമെന്റ്സ് യു ഹാവ് എവർ റിസീവ്ഡ്? നമ്മളെ ഏറ്റവും കൂടുതൽ ഒരു അഭിനന്ദനം കിട്ടിയത് ഒരു നിമിഷമോ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കോംപ്ലിമെന്റ് നമുക്ക് പറഞ്ഞൊരാളോ? എനിക്ക് അച്ഛൻ്റെ അടുത്ത് കിട്ടി, ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ എനിക്ക് ലോക കഴിഞ്ഞപ്പോ എനിക്ക് ഫസ്റ്റ് ലോക ആദ്യം കാണുന്നത് മമ്മൂക്ക. ആദ്യം മമ്മൂക്ക കണ്ടിട്ട് മമ്മൂക്ക എനിക്ക് മെസ്സേജ്, മോനെ നീ MBBS പാസ്സായെന്ന് പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് മനസ്സിലായില്ല, പുള്ളി മെസ്സേജ് മാറിയച്ചാന്ന് വിചാരിച്ചത്. അല്ല, അപ്പൊ അത് പുതിയ ഉദ്ദേശിച്ച് ഞാനത് ഡോക്ടറാണല്ലോ, ഞാനത് പറഞ്ഞായിരുന്നു ഞാൻ ഡോക്ടറാണുള്ള കാര്യം. അപ്പൊ MBBS പാസ്സായെന്ന് പറഞ്ഞാൽ ഞാൻ വെച്ചു മെസ്സേജ് മാറിയതായിരിക്കും. അപ്പൊ എന്റെ അടുത്തിരുന്ന കൂട്ടുകാരനെ പറഞ്ഞു, ഭായി അതിനകത്ത് ഡോക്ടറല്ലേ? അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, അങ്ങനെ അത് മമ്മൂക്ക പറഞ്ഞായിരുന്നു. അത് ഒരു വലിയ കോംപ്ലിമെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അതാണ് ഒരു ഗോൾഡൻ കോംപ്ലിമെന്റ്. അതെ. എനിക്ക് മമ്മൂക്കയുടെ ഒരു മാറ്റർ ആയിരുന്നു. അതായത് എൻ്റെ വെഡിങ്ങിന് ഒരു വീഡിയോ വിഷു മമ്മൂക്ക എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. എനിക്കല്ല, എൻ്റെ വൈഫിന്റെ മദറിനെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കര ഒരു സംഭവം, അതുകൊണ്ട് ഒട്ടും എക്സ്പെക്റ്റഡ് ആയിരുന്നില്ല. എനിക്ക് ഇത് പെട്ടെന്ന് ഓർമ്മ വരുന്ന റേച്ചലിന്റെ ലൊക്കേഷനിൽ നമ്മളൊരു സീൻ ഷൂട്ട് ചെയ്തു. അത് എൻ്റെ ദിനേശ് പ്രഭാകറിന്റെ കൂടെ ഉള്ള എൻ്റെ ഒരു സീനായിരുന്നു. അപ്പൊ ആ സീന് കുറച്ച് പെർഫോം ചെയ്യാനുള്ള ഒരു സീനായിരുന്നു. അപ്പൊ ആ സീനില് അത് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ എന്റെ മുണ്ട കഴിഞ്ഞു പോയായിരുന്നു. മുണ്ടും ഷോർട്സ്, അപ്പൊ അടിയിൽ ഷോർട്സ് ഉണ്ട്. അതെ, അടിയിൽ ഷോർട്സ് ഉണ്ട്. പക്ഷെ ആ പെർഫോമൻസിന്റെ ഇടയിൽ എന്റെ മുണ്ട് കഴിഞ്ഞു പോയി. പക്ഷെ ഞങ്ങൾ നിർത്തിയൊന്നുമില്ല, ഞങ്ങൾ രണ്ടുപേരും
അത് ആ ടേക്ക് ഫുള്ള് കഴിഞ്ഞു, കാരണം ക്ലോസ് ആ വെച്ചിരിക്കുന്നത്. ആനന്ദിന് കട്ട് വിളിക്കാതെ എനിക്ക് നിർത്താനും പറ്റില്ല. അപ്പൊ അത് ആ മുണ്ടഴിഞ്ഞിട്ടും അത് നമ്മൾ പെർഫോം ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഷൈൻ സാറ് ലൊക്കേഷനിലുണ്ടായിരുന്നു. അപ്പൊ സാർ ഇങ്ങനെ ഇപ്പൊ ആ സീൻ ഇങ്ങനെ കണ്ടപ്പം പറഞ്ഞു നന്നായിരുന്നു സാർ ഇങ്ങനെ. അതിന് അത് ആ ഒരു കോംപ്ലിമെന്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. ഷൈൻ്റെ ഇടയിൽ കൂടെ ഒരു കാര്യം പറഞ്ഞു, ഇടി ആരായിട്ടെന്ന് പറഞ്ഞു. ആരുടെ ഇടി വെച്ചത് ആരായിട്ട്? ദിനേശ് ചേട്ടനോട് എനിക്ക് ഇടി കിട്ടുന്ന ട്രെയിലറിലുണ്ട്, പേടിക്കണ്ട. ആണല്ലേ? ഞാൻ വലിയ ഇന്റലക്ച്വലായിട്ട് അല്ലെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ കിട്ടും. എനിക്ക് അത് ഞാൻ ആലോചിച്ചു എന്താ പറയണ്ടേന്നുള്ളത്. എന്താ പറയല്ലേ, എന്താ പറയണ്ടേന്നുള്ളത് ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. എനിക്ക് കോംപ്ലിമെന്റ് ഇനി കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ. ശരിക്കും സംഭവിക്കട്ടെ. സംഭവിക്കട്ടെ. ചേട്ടാ, ജോജിക്ക് ശേഷം അപ്രതീക്ഷിതമായിരുന്നു. അതെ, ജോജിക്ക് ശേഷം ഒരു നാട് മുഴുവൻ എല്ലാവരും എന്നെ അഭിനന്ദിക്കുന്നത് മറക്കാനാവാത്തതാണ്. സന്തോഷമാണ് ശരിക്കും അല്ലേ? നിർത്തി അങ്ങ് അപമാനിക്കാൻ നമുക്ക്. അതെ അതെ അല്ല പടത്തിൽ എവിടെ വിക്കിപീഡിയ മൊത്തം പഠിച്ചോ ഇതൊന്നും അറിയില്ല. അന്നത്തെ ക്ലാസ്സിൽ പോയില്ല. ഒരു റൊമാൻറ്റിക് സിനിമയില് വരികയാണ്, നിങ്ങളിലേക്ക് വരികയാണ് റൊമാൻറ്റിക് സിനിമ അഭിനയിക്കുക. അപ്പൊ കോസ്റ്റാർ ആയിട്ട് ഇന്ത്യൻ സിനിമയെന്ന് ആരോ നിങ്ങൾ എടുക്കാം, ആരായിരിക്കും ചന്തുവിനെ കോസ്റ്റാർ ആയിട്ട് റൊമാൻസ്? ഇന്ത്യൻ സിനിമ എന്നല്ലേ? ഇന്ത്യൻ സിനിമ ആരോ നായികയാക്കാം. അല്ലല്ല, അതവിടെ ചേട്ടനോട് അങ്ങനെ ആലോചിച്ചിട്ട് പറയാം. ഞാൻ ആലോചിക്കട്ടെ. കണ്ണടച്ചൊക്കെ ആലോചിക്കുന്നു. കൊറേ പേരുണ്ട്, അതിൽ ആരെ ബെസ്റ്റ് പറ. ക്രഷാണോ? അല്ല, ഞാൻ ക്രഷല്ല ചോദിച്ചത്. ഓക്കെ, അതെവിടെ പറഞ്ഞു? ഞാൻ പറയാം, വിജയ്. ഇളയ തലപതി വിജയ് സേതുപതി. വിജയ് സേതുപതി. ചേട്ടാ, പഴയ പാർവതി ചേച്ചി. ഓ, അടിപൊളി. രണ്ടുപേർക്ക് അവർക്ക് കിട്ടിയിട്ടില്ല, അവർക്ക് ആലോചിക്കണം. പോയി സമന്ത പോയി. സമയത്താന്നല്ലേ പറഞ്ഞു? സമന്ത നായികമാരൊന്നും എന്റെ നായികട്ട് അഭിനയിക്കില്ല. ഇനി പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞിട്ടില്ല പ്രശ്നമാണ്. ഇപ്പൊ ഒരാളെ അഭിനയിച്ചില്ല. ഇല്ല, അങ്ങനെ ആലോചിച്ചു. എനിക്ക് ആരായാലും ഓക്കെയാണ്. ആരായാലും ഓക്കെയാണ്. അതൊരു ഗുഡ് ആക്ടർ അങ്ങനെ ആവണല്ലേ? എനിക്ക് ആരായാലും ഓക്കെയാണ്. ആരാണെന്നല്ല, എന്താണ് അങ്ങനെ എനിക്ക് ചോദിച്ചാൽ പറഞ്ഞ പോലെ എനിക്ക് ഋഷിയുടെ കൂടെ അഭിനയിച്ചാൽ കൊള്ളാന്നുണ്ട് എപ്പോഴെങ്കിലും. ഋഷിമാവിന്റെ കൂടെ അഭിനയിച്ചാൽ കൊള്ളാന്ന് എനിക്ക് എന്റെ ഒരു ആഗ്രഹമാണത്. വേറെ ആരുടെ കൂടെ അഭിനയിച്ചിട്ടും പുള്ളിക്കാരുടെ കൂടെ അഭിനയിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. നാച്ചുറൽ ആക്ടിങ് അല്ലേ? അല്ല, പുള്ളിക്കാരത്തി ഞാൻ ഭയങ്കര എന്റെ ഫേവറേറ്റ് ആക്ടറാണ്. പറയാൻ പറ്റാത്ത പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കോമൺ മാൻ പറയാൻ പറ്റൂല, അതുകൊണ്ട് പറയണില്ല. സ്റ്റേജിൽ പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന അത് ചിലപ്പോ വലുതായതിനു ശേഷം പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, തോന്നുന്നു. പറയാൻ പറ്റാതെ പ്രണയം അങ്ങനെ ഇല്ല. അതായത് ഐശ്വര്യരായൊക്കെ അതൊക്കെ പണ്ടത്തെ പ്രണയങ്ങളൊക്കെയാണ് എനിക്ക് പറയാൻ പറ്റാതെ പോയിട്ടുള്ളത്. അല്ലാതെ ബാക്കിയില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്കൂൾ, കോളേജ് എല്ലാം പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ ഇതുവരെയുള്ള. അതെ പറഞ്ഞിട്ടുണ്ട്. അത് പ്രണയമാണോന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ക്രഷ് തോന്നൂല്ലോ. ഒരാളെ അടുത്ത് അറിയുമ്പോഴാണല്ലോ നമുക്ക് പ്രണയം തോന്നുന്നത്. ആദ്യം തോന്നുന്നത് ഒരു അട്രാക്ഷനും ക്രഷും ഒക്കെ ആണല്ലോ, കാണാൻ കൊള്ളാം എന്നുള്ളൊരു സാധനമാണല്ലോ ആദ്യം തോന്നുന്നത്. അപ്പൊ അങ്ങനെ സീനിയേഴ്സ് കോളേജില് ട്യൂഷനില് ഒക്കെ സീനിയേഴ്സ് ചേട്ടന്മാരൊക്കെ ഉണ്ടാവും. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ ട്യൂഷൻ ക്ലാസ്സിലാണെങ്കിൽ സൈക്കിളൊക്കെ ഓടിച്ച് വന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ തോന്നും, ചേട്ടൻ ഒന്ന് പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് ഹായ് ഒക്കെ പറഞ്ഞൊന്ന് ചിരിച്ച് സംസാരിച്ചാലോ എന്നൊക്കെ തോന്നും. പക്ഷെ പിന്നെ അത് പറ്റിയിട്ടില്ല. അങ്ങനെയാണ് ലൈഫ്. ചേച്ചി പറ, ഈഗർലി വെയിറ്റിംഗ്. ദീർഘ കരയൂ, അങ്ങനെ സംഭവമുണ്ട്. എന്റെ എല്ലാമായിരുന്നു. അതെ, എല്ലാം അറിയില്ല. എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, ഞാൻ 6th പഠിക്കുന്ന സമയത്ത് ഒരു ഇങ്ങോട്ട് ഭയങ്കര ക്രഷായിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയ ആളുടെ അടുത്ത് ഒരു കുഞ്ഞു ലവ് ലെറ്റർ ഒക്കെ എനിക്ക് തന്നിട്ട്, അതാ എന്റെ ഫസ്റ്റ് ലവ് ലെറ്റർ ലൈഫില്.
പിന്നെ പുള്ളി എവിടെ പോയി എന്നൊരു പിടിയില്ല. FB-യിൽ ഞാൻ വല്ലപ്പോഴൊക്കെ നോക്കാറുണ്ട്. FB-യിലൊക്കെ ഇപ്പൊ എങ്ങനെയാണ്, ഇപ്പൊ ഏത് കോലത്തിലാണ് ഇരിക്കുന്നത് എന്നൊക്കെ അറിയാനായിട്ട്. ക്ലാസ്മേറ്റ് ആയിരുന്നു? അല്ല, എന്റെ സീനിയർ ആയിരുന്നു. പുള്ളി 10th പഠിക്കുന്നത്, ഞാൻ 6th പഠിക്കുന്ന സമയത്ത്. ഇപ്പോഴും ഇടയ്ക്ക് നോക്കൂ. അല്ല, ഞാൻ സെർച്ച് ചെയ്തൊക്കെ നോക്കും നെയിം, പക്ഷെ അങ്ങനെ ഒരു നെയിം ID എനിക്ക് കാണാനേ പറ്റിയിട്ടില്ല പിന്നീട്. കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഉണ്ടാവും. അത് വിഷമാണോ അതോ സന്തോഷം? ചേട്ടാ പറയാണ്ടിരുന്നിട്ടുണ്ടോ? ചോദിച്ചില്ല എന്നതിന്റെ പേരിൽ ഒന്നും കിട്ടാതിരിക്കരുത് എന്ന് വിശ്വസിക്കുന്നത്. ഇപ്പൊ ഞാൻ തോന്നുന്നവരോട് എല്ലാം പറഞ്ഞു. $1 million ആൻസർ. അത് പിന്നെ ഒരു ദുഃഖം നാളെ ഉണ്ടായിരുന്നു ഇതുപോലെ നിലവിളിച്ചിരുന്നെങ്കിൽ നാളെ പറയുന്നത്. ലോകം അറിയാത്ത ആ സീക്രട്ട് ടാലന്റ് എന്താണ് നിങ്ങളുടെ ഉള്ളിൽ? ലോകം അറിയാതെ ആർക്കും അറിയില്ല, എന്നാ ഞാൻ ഇതിൽ അടിപൊളിയാണ്. പറയാൻ പറ്റില്ല. ചേച്ചിക്ക് പറയാൻ പറ്റില്ല ഹിഡൻ ടാലന്റുകളൊന്നും പറയാത്ത ആളാ അല്ലെ? അതിപ്പോഴും ഹിഡൻ ആയിട്ട് ഞാൻ തന്നെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്താന്നുള്ളത്. ചന്ദനുണ്ടോ അങ്ങനെ ഒരു ടാലന്റ്? പാട്ട് പാടൂ? ചന്ത പാടും. അത് ലോകത്തിന് അറിയാവുന്നതാണോ? ലോകത്ത് എല്ലായിടത്തും നടന്ന് പാടുന്നുണ്ട്. ഒരു പാട്ട് പാടുന്ന? ഇല്ല. ക്യാഷ് ഉണ്ടോ? ക്യാഷ് തന്നാ പാടാം. ക്യാഷ് വെച്ച് മൈക്ക് തന്നാ പാടാം. വേറെ എന്തെങ്കിലും ടാലന്റ് ഉണ്ടോ? പ്രത്യേകിച്ച് ടാലന്റ് ഒന്നുമില്ല. ഇല്ല. എഴുതോ? അത് ലോകം അറിയാത്തതല്ല. ഞാൻ എഴുതുന്ന ഫേസ്ബുക്കിലിടും, ഇൻസ്റ്റാഗ്രാമിലിടും. ലോകം വായിക്കുന്നുണ്ടല്ലോ, അപ്പൊ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അല്ല ഞാൻ പറഞ്ഞ ഇത് അങ്ങനെയല്ല. അത് ലോകം അറിയാത്ത ടാലന്റ് അങ്ങനെ ഒന്നും തോന്നുന്നില്ല. മറ്റേ ഉദ്ദേശിക്കുന്നത് നാക്ക് മൂക്കിലൂട്ടി അതൊക്കെയാണോ? നാക്ക് മൂക്കിൽ മുട്ടിക്കുക അതൊക്കെയാണോ? ആ അതെ അതെ, അങ്ങനെയൊക്കെ ആണെങ്കിൽ കൈ ഇതിനെ മുട്ടിക്കാൻ പറ്റും. ആ ലോകം അറിയാത്ത ടാലന്റ് കണ്ടില്ല. ഫ്ലെക്സിബിൾ ആയ ഫ്ലെക്സിബിൾ. ചേച്ചി ഫ്ലെക്സിബിൾ അങ്ങനെയല്ല, ഇങ്ങനെയല്ല. എല്ലാവരും കൂടി ഇത് ഓപ്പോസിറ്റ്. ഇങ്ങനെയാ ആരെങ്കിലും എനിക്ക് അങ്ങനെ ഫ്ലെക്സിബിൾ ആണ്, തിരിഞ്ഞില്ല. ഓക്കെ, ഇനി ആക്ടിങ്ങിൽ ഒരുപാട് ഭാവങ്ങളുണ്ട്. സങ്കടം ഉണ്ട്, റൊമാൻസ് ഉണ്ട്, അങ്ങനെ എന്താ പറയാ, വിത്ത് ഡയലോഗ് ഉണ്ട്, വിത്തൗട്ട് ഡയലോഗ് ഉണ്ട്, കരയുന്ന സീനുകൾ ഉണ്ടാവും, ഇമോഷണൽ ഉണ്ടാവാം, ഡ്രാമ ടൈപ്പ് ഇതുണ്ടാവും. നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ടില്ല, നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള, നിങ്ങൾ കുറച്ചുകൂടി പ്രൊഫഷണലി ചെയ്യാമെന്ന് നിങ്ങൾക്ക് ആത്മവിശ്വാസമുള്ള ഒരു ഭാവം പറഞ്ഞാൽ എന്തായിരിക്കും? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഒരു റൊമാൻറ്റിക് സീൻ ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ഒരു മരണ വീട്ടിലിരിക്കുന്ന ഒരു ഫേസ് ആയിരിക്കും? എന്തായിരിക്കും? ബീമത്സം. അതെന്താന്ന് അത് ലൈക്ക് പറയണ്ടായിരുന്നു. അല്ല അതല്ല, ബീമത്സം പറഞ്ഞേക്കാം, ചുമ്മാ ഫണ്ണിന് വേണ്ടി പറയാം. അല്ലാതെ നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും, അതായത് കുറച്ചുകൂടെ കൺവിൻസിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ക്യാരക്ടർ എന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. അതിൽ എന്ത് ടൈപ്പ് ഓഫ് ഭാവങ്ങൾ ത്രൂ ഔട്ട് ഒരു ഇപ്പം എനിക്ക് മഹേഷ് ബാബു സാറുടെ വലിയ ഫാനാണ്. അപ്പം അതിൽ ആക്ഷൻ ഉണ്ട്, അതിൽ റൊമാൻസ് ഉണ്ട്, അതിലെല്ലാം ഉണ്ട്. അങ്ങനത്തെ ഒരു സിനിമയൊക്കെ ചെയ്താൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. കരുണം എനിക്ക് ഒരു പ്രേതമായി ചെയ്യണം ആഗ്രഹമുണ്ട്. നമ്മൾ ഇത്രയും നേരം പ്രേതങ്ങളുടെ കാര്യം പറഞ്ഞോണ്ടിരുന്നു. അത് ശരിയാ, പ്രേതം ചെയ്തിട്ടില്ല. നല്ലൊരു സ്കോപ്പ് വരെ. ചേട്ടാ എനിക്ക് ഇതായി ഒരുമാതിരി ഇങ്ങനത്തെയൊക്കെ സാധനം ഈസിയത്തെ ഒരു ക്യാരക്ടറാണ് എനിക്ക് ഈ സിനിമയിൽ കിട്ടിയത്. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇവര് പറയും, ആന്റണി പറയും, അത്രയും വേണ്ട, അത്ര കുഴയുണ്ടോ? കുഴഞ്ഞ അഭിനയിക്കുന്ന ഇഷ്ടമാണ്. അങ്ങനത്തെ ഒരുപാട് വരട്ടെ അങ്ങനത്തെ കഥാപാത്രങ്ങൾ. യൂത്ത് ഫെസ്റ്റിവലിൽ ഞാൻ ഈ ഐറ്റത്തിൽ പുലിയായിരുന്നു. മോണോ ആക്ട് കർട്ടൻ വലിക്കാൻ ഞാൻ സ്റ്റേറ്റ് ലെവൽ വരെ പോയിട്ടുള്ള കാര്യമായിട്ട് പറഞ്ഞാൽ കർട്ടൻ വലിക്കാൻ സ്റ്റേറ്റ് ലെവൽ വരെ പോയിട്ടുള്ള ഞങ്ങളുടെ നാടകം സ്റ്റേറ്റിൽ പോയി കാര്യം കിട്ടും. മോനെ അത് ചില്ലറ പരിപാടിയൊന്നുമല്ല. ഇത് കറക്റ്റിന് ഒരാളെ ആത്മഹത്യ ചെയ്യുമ്പോ ആ സീനിൽ കറക്റ്റ് കാല് ഇങ്ങനെ വന്നിട്ട് നിൽക്കണം. കാല് മാത്രമേ ഉള്ളൂ. കാല് സ്റ്റേജിന്റെ കറക്റ്റ് അളവൊക്കെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ നോക്കി ഇങ്ങനെ കറക്റ്റ് കൊണ്ട് വെക്കും. അപ്പൊ കൈയ്യടി വീഴും. ആ ശുഭമല്ല, അതൊരു സീനിൽ അങ്ങനെ വരണ അതൊരു പരിപാടിയായിരുന്നു. അപ്പൊ അതിന് എന്നെ കൊണ്ടുവരുന്നത്. അങ്ങനെ പോയിട്ടുണ്ട്, മാർക്ക് ഇടാൻ വേണ്ടിട്ട് കൊണ്ടുപോകണം, സർട്ടിഫിക്കറ്റ് ഇടാൻ വേണ്ടി കൊണ്ടുപോകില്ല. പിന്നല്ല അതിനൊരാളുണ്ടാവും. അത് ഓട്ടോമാറ്റിക് അല്ലല്ലോ, ഒരാൾ വലിക്കും. ഒരാൾ വലിക്കണല്ലോ. അല്ലല്ല എനിക്ക് ആദ്യ അനുഭവമാണ്. നമ്മളെ പോവത്. ആ ഒരാളുണ്ടാവും.
അവിടെ മോണോ ആക്ട് പറഞ്ഞു, അവിടെ ഡാൻസ് തന്നെ. ഡാൻസ്. ചേച്ചി ഞാൻ എല്ലാത്തിനും പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഈ കറക്റ്റ് ഈ സമയമാകുമ്പോ ഞാൻ മുങ്ങും. അങ്ങനെയായിരുന്നു. പങ്കെടുക്കത്തില്ല. എന്തിനൊക്കെ പേര് കൊടുത്തിരുന്നു? ഗ്രൂപ്പ് ഡാൻസ്. ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു മെയിൻ. അതിന് എന്തെങ്കിലും അസുഖം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് ചേട്ടന് കഥാപ്രസംഗം. കഥാപ്രസംഗം ഒരു 2 വരി. ഒരു 10ാം ക്ലാസ്സിലൊക്കെ ചെയ്തു. 2 വരി. 2 വരി. കാശ് ചോദിക്കട്ടാ, കാശ് ചോദിക്കാം അപ്പൊ വേണ്ടത്. 2 ഓർമ്മയുണ്ട്, ഉള്ളിന്റെ ഉള്ളിൽ കിടപ്പുണ്ട്. മറക്കത്തില്ല, എനിക്കറിയാം. മറന്നുപോയടേ, ഉള്ളിന്റെ ഉള്ളിൽ. ഓക്കെ, ചെറുപ്പത്തിൽ നമ്മൾ ഒരുപാട് പേടിപ്പിച്ച വില്ലൻ, ചെറുപ്പത്തിൽ കണ്ട സിനിമയിൽ സ്വാഭാവികമായിട്ട് നമ്മളെ പേടിപ്പിച്ച വില്ലന്മാരുണ്ടാവും. ഞാൻ ആലോചിക്കായിരുന്നു, ഞാൻ പേടിച്ച അങ്ങനെ എന്നാലും ഒരു ഇഷ്ടമല്ലാത്ത വില്ലന്മാരൊക്കെ ഉണ്ടാവും. പേടിച്ച ഇഷ്ടമല്ലാത്ത വില്ലനാരായിരുന്നു? ഇല്ല, ഇനി പറയില്ല. ഒരു തവണ പറഞ്ഞിട്ടുണ്ട് സ്റ്റേജിൽ ചാക്കോച്ചിനെ കല്യാണം ഒരു വില്ലനായിട്ടാണ് കാണുന്നത്. അല്ല, എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ആ സമയത്ത് ചെറുപ്പത്തിലെ. കാരണം അങ്ങനെ ആ ഒരു ഇതുകൊണ്ട്. അല്ലാതെ എനിക്ക് അങ്ങനെ ഭയങ്കര ദേഷ്യം തോന്നിയിട്ടില്ല. പിന്നെ കുഞ്ഞിക്കൂനല്ല അത് പേടിയോ ഭയങ്കര ഒരു ദേഷ്യമായിരുന്നു. അടിപൊളിയായിട്ട് ചെയ്തു, അതാണ് അതിന്റെ അർത്ഥം. ഫസ്റ്റ് ആദ്യമായിട്ട് ചെയ്ത ജോലി, വരുമാനം കിട്ടിയൊരു ജോലിയാണ് അപ്പാർട്ട് ഫ്രം സിനിമ? സിനിമ തന്നെയാണ്. സിനിമയാണ് ഫസ്റ്റ് റെമ്യൂണറേഷൻ. നോട്ട്ബുക്ക് കഴിഞ്ഞ ഉദ്ഘാടനത്തിന് പോയിട്ട് അപ്പൊ നോട്ട്ബുക്കിലെ വരുമാനം സിനിമ. ബോയ്ഫ്രണ്ട് സോറി, ദിവസമാണ് ഇന്നത്തെ ഇന്റർവ്യൂ നീ തൂക്കി. സോറി. അപ്പൊ അത് 9th കഴിഞ്ഞിട്ടാണ് അത് സിനിമ ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് ഫസ്റ്റ് റെമ്യൂണറേഷൻ? അതിന്റെ അതിൽ കൂടുതൽ എനിക്ക് അത് ജോലിയൊന്നും കിട്ടാനില്ല. ഞാൻ ചെയ്യാത്ത പണികളില്ല. ഞാൻ ആദ്യമായിട്ട് ഒരു വരുമാനം കിട്ടുന്നത് ക്രിസ്മസ് കാർഡിന്റെ കച്ചവടം. ഫസ്റ്റ് എത്ര വയസ്സിലായിട്ട്? 10ാം ക്ലാസ്സിൽ. ആ സമയത്തൊക്കെ പിള്ളേർ വലിയ വ്യാപാരമായിരുന്നു ക്രിസ്മസ് സീസണിൽ. അവിടെ ഞാൻ ഹോട്ടൽ മാനേജ്മെന്റാ പഠിച്ചത്. അപ്പൊ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഈ ഈവന്റ്സിന് ഞങ്ങളെ കൊണ്ടുപോകും. അപ്പൊ നമ്മളിപ്പോ ഈ ഹോട്ടലിലൊക്കെ കാണുന്ന ഈവന്റ്സിന് ചെറിയ ചെറിയ പിള്ളേർ നിൽക്കൂലേ, അതൊക്കെ കോളേജിൽ ചിലപ്പോൾ കേറ്ററിംഗ് പഠിക്കുന്ന പിള്ളേരായിരിക്കും. അപ്പൊ അവർക്ക് ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് അങ്ങനെ ഈവന്റ്സിന് കൊണ്ട് നിർത്തും. അപ്പൊ അങ്ങനെ കോളേജിൽ പഠിക്കുമ്പോൾ അങ്ങനെ കുറെ ഈവന്റ്സ് പോയിട്ടുണ്ട്. എനിക്ക് ചെറിയ പൈസ കിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു ദിവസം ഒരു 200-300 രൂപയൊക്കെ കിട്ടുള്ളൂ. പക്ഷെ എന്നാലും അതായിരുന്നു വീട്ടിലൊക്കെ പണ്ട് ഈ കാരണവന്മാരുടെ കാറൊക്കെ കഴുകി കൊടുക്കുമായിരുന്നു. അത് ചെറിയ സൈക്കിളാണെങ്കിൽ നമ്മൾ കഴുകി കൊടുക്കും. അപ്പൊ നമുക്ക് 10 രൂപ 20 രൂപ വെച്ചിട്ടായിരുന്നു എന്റെ ഓർമ്മയിലുള്ള ഫസ്റ്റ് സാലറി. സിനിമയെന്നല്ലാത്തല്ലേ? സിനിമയെന്നല്ലാത്താണ് ഞാൻ മറ്റേ കാട ഫാമിൽ കാടിനെ കൊല്ലാൻ നിൽക്കുമായിരുന്നു. കാടക്കോഴീനെ കാര്യം കിട്ടും. കാടക്കോഴിനെ കൊല്ലാൻ നിൽക്കുന്നത് കാരണം അവിടെ എല്ലാവർക്കും മറ്റേ കാടനെ കൊല്ല ഭയങ്കര ഒരു ഇതായിരുന്നു. ഞാനാണ് മെയിനായിട്ട്. അത് അത്രേ ഉള്ളൂ. കൊല്ലണമല്ലോ, എന്നിട്ടാണല്ലോ തിന്നണത്. അത് കഴുത്തി ചില ഇത് ബിസ്മി കൊല്ലാനായിട്ട് ആള് വരും. അപ്പൊ ബിസ്മി കൊല്ലി കഴിഞ്ഞിട്ട് എനിക്ക് തരും. അത്രേ ഉള്ളൂ. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസ തരുമായിരുന്നു. ഞാൻ ചെറുതായിരുന്നു. അത് ആയിരിക്കും അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കാടക്കോഴി ചെറുതായ വരെ ക്യൂട്ട് എന്നൊക്കെ ഉള്ളൊരു ഇതുള്ളതുകൊണ്ട് അല്ല എനിക്ക് അത് ഇവർക്കൊക്കെ ഇപ്പൊ ഇത് കിട്ടണമെങ്കിൽ ഇത് കൊല്ലണമല്ലോ. അല്ലാതെ നിങ്ങളാരും തിന്നില്ലല്ലോ ഒന്നും. ഞാൻ ചെയ്യുന്ന മാത്രം കുറ്റം. തിന്നണേന് കുഴപ്പമില്ല. അതെ, പോത്തിനെയൊക്കെ എന്തൊക്കെ ചെയ്യണം റേച്ചല്. അൺഫോർഗറ്റബിൾ ഫാൻ ബോയ് ഓർ ഗേൾ മൂവ്മെന്റ്, അതായത് നിങ്ങളിലേക്ക് വന്ന ആളുകളല്ല, നിങ്ങൾക്കൊരു ഫാൻ പരിപാടി ഉണ്ടാവും, മമ്മൂക്ക, ലാലൻ, whoever. അപ്പോ നിങ്ങൾ ആദ്യമായിട്ട് കണ്ടൊരു മൊമെന്റോ അല്ലെങ്കിൽ എന്താണ് ആ ഒരു മൊമെന്റ്? ഞാൻ ആദ്യമായിട്ട് ബാദൂക്കനെ കണ്ടതാണ് എന്റെ ഫാൻ ബോയ് മൊമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാദൂക്ക എന്ന് പറഞ്ഞ ആളെ കേട്ടിട്ടുണ്ട് ഞാൻ ഒരുപാട് കേട്ടിരിക്കണു. അദ്ദേഹത്തെ ആദ്യമായിട്ട് കണ്ടായിരുന്നു എന്റെ ഒരു വലിയൊരു ഫാൻ ബോയ് മൊമെന്റ്. അല്ല, എനിക്ക് ശരിക്കും മമ്മൂക്കാനെ ആദ്യമായിട്ട് കണ്ടതും പിന്നെ രജനി സാറിനെ കാണാൻ പോയത്, അത് രണ്ടുമാണ് എന്റെ ഫാൻ ബോയ് അടിച്ച് ഞാനിങ്ങനെ ഇതായിരുന്നു. അത് കണ്ടിട്ട് എന്തോ ഭയങ്കര ഒരു ഇതായിരുന്നു. അതൊരു മൊമെന്റ് ഭയങ്കര ഇതായിരുന്നു. ഞാൻ എന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോ ഗണുവായിരുന്നു, ഗണപതി ആയിരുന്നു. ഗണു ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഫോട്ടോസൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇതുപോലെയൊക്കെ ഫോട്ടോ എടുക്കണം,
ഇത് ഈ ഫോട്ടോ പോലെ നമുക്ക് രണ്ടുപേർ കൂടി എടുക്കണം. അങ്ങനെ ഞങ്ങൾ കുറെ പ്ലാൻ ചെയ്തായിരുന്നു പുള്ളിനെ കാണാൻ പോകുമ്പോൾ, രജിത് സാറിനെ കാണാൻ പോകുമ്പോൾ. മമ്മൂക്കനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കുറെ നാൾ ഞാൻ എഴുതിയിട്ടുണ്ട് ഫേസ്ബുക്കിൽ. അതും വലിയൊരു അതെന്റെ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ആയിരുന്നു മമ്മൂക്കനെ കാണാൻ പോയത്. പുള്ളിയാണ് എന്റെ പേരിനോട് എനിക്ക് എന്റെ പേര് ഇഷ്ടമല്ലായിരുന്നു, ചന്തു എന്നുള്ള പേര് ഇഷ്ടമല്ലായിരുന്നു. അത് പുള്ളിയാണ് മാറ്റി തന്നത്. പുള്ളി ചെയ്ത ചന്തു. അതെ, അത് പറഞ്ഞാണ് പുള്ളി മാറ്റിയത്. അങ്ങനെ തളപതി വിജയ് സാറിനെ കണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു മൊമെന്റ്. പിന്നെ ഭൈരവ സിനിമയിൽ അഭിനയിക്കാൻ പോയ സമയത്ത് ഞാനിങ്ങനെ കാണുന്നു, ഒരു ഓഡിറ്റോറിയത്തിൽ ഒരു സോങ് ഷൂട്ടായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, എനിക്ക് ദൂരെ ഇങ്ങനെ കാണാം. അപ്പോൾ ഞാനിങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഒരാൾ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആക്ഷൻ എടുക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ്, വേറെ ആരെയോ വിളിക്കണം. ഈ ഒരു മൂവ്മെന്റ് ഇട്ടപ്പോൾ ഞാൻ കരുതി എന്നെയാണോ ഇത്. അപ്പം ഞാൻ വീണ്ടും ഒന്ന് റിയലൈസ് ചെയ്യണം, ശരിക്കും എന്നെ തന്നെയാണോ എന്ന്. അപ്പം നമ്മൾ അത്ര പോലും നോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു ഹഗ്ഗൊക്കെ തന്നപ്പോൾ തന്നെ എൻ്റെ കിളി പോയി. അതൊരു ഭയങ്കര ഒരു മൂവ്മെന്റ്. എനിക്ക് ഞാൻ ഭയങ്കര ഋത്തിക് റോഷൻ ഫാനായിരുന്നു ഒരു പോയിന്റിൽ. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ മറ്റേ എൻ്റെ പേര് എൻ്റെ നോട്ട്ബുക്കിൻ്റെ ഒക്കെ ബാക്കിൽ RHR എന്നാണ്, രാധിക ഋത്തിക് റോഷൻ. ഭയങ്കര ഫാനായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ ഋത്തിക് റോഷനെ കല്യാണം കഴിക്കുള്ളൂ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരു ടൈമൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഒരു 10 years ബാക്ക് മറ്റോ ലുലുവില് ഋത്തിക് ഒരു ഈവെന്റിന് എന്തിനോ വന്നിരുന്നു. അപ്പൊ ഞാൻ അവിടെ അന്ന് ഞാൻ റേഡിയോയിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ അപ്പോൾ ഞാൻ ഒരു റേഡിയോയിൽ വർക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അടുത്ത് പോയി കാണാൻ പറ്റുമായിരുന്നു ഋത്തിക്കിനെ. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ തന്നെ ഞാൻ ഫ്ലാറ്റായി. പിന്നെ അവിടെ വെച്ച് അങ്ങനെ ഋത്തിക്കിനോടുള്ള ഇഷ്ടം മൂത്ത് ആ ഈവെന്റിന് പോയി. അവിടെ വെച്ച് വേറൊരാളെ ഞാൻ സെറ്റാക്കി, ആളെ ഞാൻ കല്യാണം കഴിച്ചു. എന്തെങ്കിലും കാണുമ്പോ പറയണം. അങ്ങനെ കണ്ട ഒരാൾ അത് മമ്മൂക്ക, ലാൽ സാറൊക്കെ അങ്ങനെ പറയാൻ കഴിയുന്ന നമ്മളേറ്റവും ഇഷ്ടപ്പെടുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന ലെജൻസ് ആണ് അവര്. പിന്നെ കാണാൻ ആഗ്രഹമുള്ളത് വിജയ് സാറാണ്. അത് ഇതുവരെ നടന്നിട്ടില്ല. എൻ്റെ നാട്ടിൽ ദാസേട്ടൻ വന്നു ഒരിക്കൽ. അപ്പം വീട്ടിലെ അടുത്തുള്ള ചാനലിലെ ആളുടെ കൂടെ ദാസേട്ടനെ കാണാൻ പോകുന്നു. അപ്പോൾ ദാസേട്ടൻ്റെ തൊട്ടടുത്ത് പോയി ഞാനിങ്ങനെ അത്ഭുതത്തോടെ, ഇപ്പോൾ ചെറിയൊരു സ്റ്റേജിൽ ഇങ്ങനെ ആദരവ് ചടങ്ങാണ്. തൊട്ടടുത്ത് പോയി ഞാനിങ്ങനെ ദാസേട്ടൻ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ദാസേട്ടൻ എന്നെ നോക്കി ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഓർത്തത് ദൈവമേ, ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു ചിരി എനിക്ക് വേണ്ടിയായിരുന്നല്ലോ. ഞാൻ തിരിച്ച് ചിരിക്കാതെ ഇങ്ങനെ നിന്നു. ദാസേട്ടൻ വിചാരിച്ചാണ് എനിക്ക് ജാട. നമുക്ക് തിരുത്തണല്ലേ, ഇനി കാണുമ്പോ പറയാം. ഓക്കെ, സോ ബാക്ക് ടു റേച്ചലിലേക്ക് വരികയാണെങ്കിൽ കാടും മലയാള സിനിമയും തമ്മിൽ ഒരു എന്താ പറയുക അനിഷേധ്യമായ ബന്ധം. കാരണം ഒരുപാട് നല്ല സിനിമകൾ കാട് പശ്ചാത്തലമായിട്ട് മലയാള സിനിമക്കുണ്ട്. അതെല്ലാം തന്നെ സക്സസ് സ്റ്റോറീസ് ആണ് ഓൾമോസ്റ്റ്. സോ അതിലേക്കാണ് റേച്ചലും വരുന്നത്. റേച്ചൽ ഒരു കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഉള്ള സിനിമ തന്നെയാണ്. സോ എനിവേ, എന്തായാലും പടം അടിപൊളിയാവട്ടെ, ഹിറ്റ് ആവട്ടെ, സൂപ്പർ ഹിറ്റ് ആവട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു.